ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഒരു സിമ്പിൾ റെസിപ്പിയാണ്, നല്ല ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി ഐറ്റമാണ്. റവയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ക്രിസ്പിനെസ് ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണ് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ഒരു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്, മീഡിയം സൈസിലുള്ള. ഇത് നല്ലപോലെ ഒന്ന് കഴുകി കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ഇതിൻ്റെ സ്കിന്ന് മാത്രം ഒന്ന് മുറിച്ച് കൊടുത്തിട്ട് ഇത് നമ്മൾ കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഉരുളക്കിഴങ്ങിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു 3 വിസിൽ വരെ വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് 2 ഗ്ലാസ് അളവിൽ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ആദ്യത്തെ ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. രണ്ടാമത്തെ ഗ്ലാസ് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടുവെള്ളം ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമ്മളിങ്ങനെ 2 ഗ്ലാസ് അളവിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് അളവിൽ റവയാണ് വേണ്ടത്. ഈ ഒരു റവ ഇതിൽ നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതാ നമ്മുടെ ഒരു ട്രിക്കാണ്. നമ്മുടെ ചിക്കൻ മസാലയുടെ ഒരു ക്യൂബാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചിക്കൻ സ്റ്റോക്കില്ലേ, അതിൻ്റെ ഒരു ക്യൂബാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ചേർത്ത് കൊടുത്താൽ ഒരു നല്ല ഫ്ലേവർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മിക്സിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട. ഈ ഒരു സ്റ്റോക്കിൽ തന്നെ അത്യാവശ്യം ഉപ്പുണ്ട്. ചിക്കൻ സ്റ്റോക്കിൻ്റെ ആ ഒരു ഫ്ലേവർ മാത്രം മതി കേട്ടോ ഇതിൽ. പിന്നെ ഇതാ ഞാനൊരു നുള്ള് മല്ലിയില കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് സവാളയും കൂടെ ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഒന്നും കൂടെ അങ്ങ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് റവ ഇട്ട് കൊടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ചിക്കൻ സ്റ്റോക്കൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാണ്ടിരിക്കണ്ട. നമ്മുടെ ചിക്കൻ മസാല ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതിയാവും. വെള്ളം ഇത് നല്ല പോലെ തിളച്ചിട്ടുണ്ട്. 1 കപ്പ് അളവിൽ, അതായത് 1 ഗ്ലാസ് അളവിൽ ഞാനിവിടെ റവ ഇട്ട് കൊടുക്കുകയാണ്. വറുക്കാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള റവയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. റവ ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം റവ ഇട്ട് കൊടുത്താൽ മതി. ഈ റവ എന്ന് പറയുന്ന ആൾ പെട്ടെന്ന് കട്ട പിടിക്കുകയും ചെയ്യും, പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. പക്ഷേ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആകെ കട്ട കുത്തും. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു മിക്സ് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ അത് ഈ ഒരു ലുക്കിലായിട്ടുണ്ട് കേട്ടോ. നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ 2 ഉരുളക്കിഴങ്ങാണിത്. തൊലിയൊക്കെ കളഞ്ഞ് ഉടച്ച് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റവയും ഉരുളക്കിഴങ്ങും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ് അടുത്ത ടാർഗറ്റ്. ശരിക്കും ഇത് രണ്ടും ഒരു അടിപൊളി കോംബോ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഉരുളക്കിഴങ്ങും റവയും അടിപൊളിയാണ്. അപ്പോൾ അത് എല്ലായിടത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് സമയം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ. കോൺഫ്ലവർ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ ഇത് നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മൂത്തി ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ. ഈ ഒരു കോൺഫ്ലവറും റവയായിട്ട് ഒന്ന് യോജിച്ച് ഒന്നും കൂടെ സോഫ്റ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. കൈയൊക്കെ കഴുകി നീറ്റാക്കി ഒന്ന് കയ്യിൽ എണ്ണയൊക്കെ ഒന്ന് തൂക്കി കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത്. നമുക്ക് ഏത് ഷേപ്പിലാണോ ഇഷ്ടം ആ ഒരു രീതിയിൽ ഇത് നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് റോള് മോഡലിലാണ് ആക്കിയെടുക്കുന്നത്. ചെറിയ റോൾസ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ആക്കിയെടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കിത് മാറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ കുഴച്ചെടുക്കുകയും കൂടി ചെയ്തപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ രൂപത്തിൽ റോളാക്കിയിട്ട് എടുക്കുകയാണ് എല്ലാം കൂടെ. പിന്നെ ഇതിൽ പറയാനുള്ളത്, ചിക്കൻ സ്റ്റോക്കാണ് ഇതിൽ മെയിൻ ടേസ്റ്റ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ കയ്യിലാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മസാലകൾ ചേർത്തിട്ട് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഒരു സിമ്പിൾ ടേസ്റ്റ് ലുക്കിലാണ് കേട്ടോ.
ഇതുപോലെയുള്ള ഒരുപാട് സിമ്പിൾ റെസിപ്പീസ് നമ്മൾ മുന്നേ ട്രൈ ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുക. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്, സിമ്പിൾ ഐറ്റംസ് ഉണ്ട്. സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് റെസിപ്പികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നല്ല പോലെ ചൂടായ ശേഷം ഇത് ഓരോന്നിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ്. പൊരിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നാലേ ഇത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു റവ വേവിച്ചെടുത്തതാണ്, അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും വേവിച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിത് പെട്ടെന്ന് അങ്ങ് കുക്ക് ചെയ്തെടുത്താൽ ഇത് പെട്ടെന്ന് അങ്ങ് ബ്രൗൺ നിറമായി പോകും. പക്ഷേ ഇതിൻ്റെ ഉൾഭാഗം ഒന്നും അങ്ങ് സെറ്റായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടുകൊണ്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേ ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്കിതൊന്നും കോരി മാറ്റി കൊടുക്കാം. ഈ ചൂടോട് കൂടിയിട്ട് എപ്പോഴും നമ്മൾ എന്ത് സാധനവും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ കോരിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് തീ ഓഫ് ചെയ്തിട്ട് ആ ഒരു എണ്ണയിൽ പിന്നെയും ഇട്ട് വെക്കരുത് കേട്ടോ. ആ ചെറിയ ചൂടോട് കൂടിയിട്ട് നമ്മൾ കോരിയെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് കോരിയെടുക്കുകയാണെങ്കിൽ ആ ഒരു ചൂടോട് കൂടിയിട്ട് നമുക്ക് കിട്ടും. ആദ്യത്തെ ബാച്ച് എടുത്ത് രണ്ടാമത്തെ ബാച്ചും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചാൽ രണ്ടാമത്തെ ബാച്ച് ആ ഒരു ബ്രൗൺ നിറായിട്ട് പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി. തീ ഓഫ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. കാരണം ഇതുപോലെയുള്ള സ്നാക്കുകളൊക്കെ എണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. അപ്പോൾ ഹെൽത്തി ആയിട്ട് തീരെ എണ്ണ കുടിക്കാത്ത രീതിയിൽ നമുക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കണം. ഈ ഒരു സംഭവം തീരെ എണ്ണ കുടിക്കുന്നില്ല കേട്ടോ. ഈ ഒരു സ്നാക്ക് നല്ല ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത്. ഭയങ്കര ക്രിസ്പിനെസ്സാണ് കേട്ടോ. പക്ഷേ ഇത് നമ്മളങ്ങ് പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. കഴിക്കാൻ അടിപൊളിയാണ്. സോസിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനാണ്, പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവും, നിങ്ങളുടെ മക്കൾക്കും ഇഷ്ടമാവും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പോരാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ട കൂട്ടുകാരാണെന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കുക കേട്ടോ. എന്നാൽ നമ്മൾ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കൂടെ അറിയിക്കുക. താങ്ക്സ് for watching. Bye bye.